നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ട്രാൻസ്മിസിബിലിറ്റി. ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഗ്രൗണ്ട് ഡിവൈഡഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റർബിംഗ് ഫോഴ്സ്. ഇതായിരുന്നു നമ്മുടെ ട്രാൻസ്മിസിബിലിറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ടി ഡിവൈഡ് ബൈ എഫ് ഒ, ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഡിവൈഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 plus 2 theta r whole square divided by root of 1 minus r square whole square plus 2 theta r whole square. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, വൈബ്രേഷൻസ് ഉണ്ടാവും. ഈ വൈബ്രേഷൻ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഈ വൈബ്രേഷൻ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് വൈബ്രേഷൻ ഐസൊലേഷൻ. അതായത് ഇതേപോലെ ഡാമ്പർ, സ്പ്രിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാമ്പിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് മെഷീനിൽ ഉണ്ടാകുന്ന വൈബ്രേഷനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് വൈബ്രേഷൻ ഐസൊലേഷൻ. ഓക്കെ, നമ്മുടെ വൈബ്രേഷൻ ഐസൊലേഷൻ എത്രത്തോളം സക്സസ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്താൽ മതി. ട്രാൻസ്മിസിബിലിറ്റി കൂടുതലാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എപ്സിലോൺ 1 കിട്ടിക്കഴിഞ്ഞാൽ എഫ് ടി ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. അതായത് ഉണ്ടാകുന്ന വൈബ്രേഷൻ ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫോഴ്സ് അതേപോലെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ട്രാൻസ്മിസിബിലിറ്റി കുറയ്ക്കലാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ രണ്ട് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? റെസൊണൻസ് ആവുന്ന സമയത്ത്, അറ്റ് റെസൊണൻസ് ഇതിനെന്താണ് സംഭവിക്കുക? റെസൊണൻസിൻ്റെ സമയത്ത് എപ്സിലോൺ എന്താണ് സംഭവിക്കുക? റെസൊണൻസ് ആവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ എന്താവും? 1 ആവും. കാരണം അറ്റ് റെസൊണൻസ് ആർ ഈക്വൽ ടു 1 ആവും. കാരണം എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എൻ ആണ്. ഒമേഗയും ഒമേഗ എന്നും ഈക്വൽ ആവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ 1 ആവും. അപ്പം എപ്സിലോൺ എന്താണ് മാറ്റം വരും? റൂട്ട് ഓഫ് 1 പ്ലസ് ഈ ആർ എന്താവും? 1 പ്ലസ് 2 സീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിനകത്ത് എന്താ സംഭവിക്കാം? 1 മൈനസ് ആർ സ്ക്വയർ, 1 മൈനസ് 1 സ്ക്വയർ, ഇത് ക്യാൻസൽ ആയി പോകും. 2 സീറ്റ സ്ക്വയർ റൂട്ട്. അപ്പോൾ എന്ത് വരും? 2 സീറ്റ. അപ്പോൾ റെസൊണൻസിൻ്റെ സമയത്ത് ഈക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ദെൻ വേറൊരു കണ്ടീഷനും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡാമ്പിങ് 0 ആവും. ഡാമ്പിങ് ഇല്ലാത്ത സമയത്ത് ഡാമ്പിങ് ഈസ് ആബ്സെൻറ്റ്. ആ ഒരു കേസിൽ എന്ത് സംഭവിക്കും? എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് സീറ്റ 0 ആയി പോവും. സീറ്റ 0 ആകുമ്പം ഈ ടേം മൊത്തം 0 ആയി. അപ്പോൾ 1 ബൈ താഴെ 1 മൈനസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ, ഇതിങ്ങനെ തന്നെ ഉണ്ട്. പ്ലസ് ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഈ സ്ക്വയറും ഈ റൂട്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. റൂട്ടിൻ്റെ പുറത്തെടുക്കുന്ന സമയത്ത് ഒരു പ്ലസ് ഓർ മൈനസ് 1 വേണം. പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ദെൻ ഇനി നിങ്ങളുടെ അടുത്ത് ചില ക്വസ്റ്റ്യൻസിൽ പറയും ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എഫ് ടി കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എപ്സിലോൺ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്സിലോൺ എന്താവും? എപ്സിലോൺ എന്താവും? നിങ്ങൾക്ക് കിട്ടും. എപ്സിലോൺ കിട്ടും. എപ്സിലോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ് ടി കണ്ടുപിടിക്കാം. എങ്ങനെ? എഫ് ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ക്രോസ് ചെയ്താൽ മതി. എപ്സിലോൺ ഇൻറ്റു എഫ് ഒ. പക്ഷേ എഫ് ഒ നിങ്ങൾ കണ്ടുപിടിക്കണം. എഫ് ഒ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. എഫ് ഒ ഇസ് ഈക്വൽ ടു, ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തരും, ക്വസ്റ്റ്യനിൽ തരാത്ത കേസിൽ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീൻ്റെ ടോട്ടൽ മാസാണ് എം. ഓക്കെ, അതിനകത്ത് തന്നെ ഇതേപോലെ ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ചിലപ്പം ഉണ്ടെന്ന് പറയും. ആ റെസിപ്രോക്കേറ്റിംഗ് പാർട്സിൻ്റെ മാസാണ് ഞാനിവിടെ എം സഫിക്സ് ആർ എന്നെടുത്തത്, മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. ഓക്കെ, ഈ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടാണ് ഇവിടെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ റൺ ചെയ്യുന്ന സ്പീഡാണ് ഒമേഗ. ഈ ഒമേഗയും ഈ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സും അതേപോലെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രാങ്കിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ആർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം റെസിപ്രോക്കേറ്റിംഗ് പാർട്സിൻ്റെ മാസാണ് എന്ത്? എം ആർ ഇൻറ്റു എം ആർ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് എം ആയിട്ടേ ഉള്ളൂ. മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ഇൻറ്റു അവിടുത്തെ റേഡിയസ് ഇൻറ്റു എന്തും കൂടെ വേണം? അവിടുത്തെ സ്പീഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആർ പി എമ്മിൽ തരും. ഈ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ ആർ പി എം തരും. ആർ പി എം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2πn/60 ഉപയോഗിച്ചിട്ട്
2πn/60 ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം? ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ ഡയറക്റ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒമേഗ അവിടെ യൂസ് ചെയ്യണം, mr ഒമേഗ സ്ക്വയർ. റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് റേഡിയസ് ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രോക്ക് ആണ് തരിക. സ്ട്രോക്ക് തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് എന്താണ് വരിക? റേഡിയസ് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ 2. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഫ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് പുതിയ ഇക്വേഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച സംഭവം തന്നെയാണ്, പക്ഷേ നമ്മൾ വൈബ്രേഷനിൽ ആദ്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എഫ് ഒ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എപ്സിലോണും കിട്ടിക്കഴിഞ്ഞാൽ എഫ് ടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ രീതിയിലാണ് പ്രോബ്ലംസ് വരിക. ദെൻ ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. എ റെഫ്രിജറേറ്റർ യൂണിറ്റ് ഹാവിങ് എ മാസ് ഓഫ് 35 കിലോഗ്രാം. തന്ന കാര്യങ്ങൾ അപ്പം തന്നെ എടുത്തെഴുതുക. 35 കിലോഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ്. ഇസ് ടു ബി സപ്പോർട്ടഡ് ഓൺ 3 സ്പ്രിങ്. 3 സ്പ്രിങ്ങിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യണം. ഈച്ച് സ്പ്രിങ് ഹാസ് എ സ്റ്റിഫ്നെസ് എസ്. ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ് എസ് ആണ്. അപ്പോൾ 3 സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ റെഫ്രിജറേറ്റർ വെച്ചത്. ഇതേപോലെ 3 സ്പ്രിങ്ങുകളുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മുടെ റെഫ്രിജറേറ്റർ വെച്ചത്. ഓക്കെ, ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ് എസ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ കമ്പൈൻഡ് എത്ര ആയിരിക്കും വരിക? 3 പാരലായിട്ട് കണക്ട് ചെയ്താൽ 3s ആയിരിക്കും നമുക്ക് വരിക. ഓർത്ത് വെക്കുക. ദ യൂണിറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് 480 RPM. കണ്ടോ, ഇവിടെ RPM ആണ് തന്നത്. RPM എന്ന് പറഞ്ഞാൽ എന്താണ്? N ആണ്. 480 RPM ആണ്. അതിനകത്ത് നമുക്ക് ഒമേഗ കണ്ടുപിടിക്കേണ്ടി വരും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്റ്റിഫ്നെസ് എസ് ഇഫ് ഓൺലി 10% ഓഫ് ദ ഷേക്കിംഗ് ഫോഴ്സ് ഈസ് അലൗഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? എഫ് ഒ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഒ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിൻ്റെ 10% മാത്രമേ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്മിസിബിലിറ്റി ആണ് നമുക്ക് തന്നത്. ട്രാൻസ്മിസിബിലിറ്റി എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0.1, അതായത് 10%. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഈ സ്പ്രിങ്ങിൻ്റെ ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, ഡാമ്പറിനെ പറ്റി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? ഡാമ്പിങ് ഇല്ലാത്ത കേസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/1 മൈനസ് ആർ സ്ക്വയർ. ആ ഇക്വേഷൻ എടുക്കുക. എപ്സിലോൺ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/1 മൈനസ് ആർ സ്ക്വയർ. ഇതിനകത്ത് എപ്സിലോണിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 0.1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ. ക്രോസ് ചെയ്യുന്ന സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 0.1 മൈനസ് 0.1 ആർ സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ളതുകൊണ്ട് ഇതിനെ എനിക്ക് 2 ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വരും? 0.1 മൈനസ് 0.1 ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഒരു ഇക്വേഷൻ. 0.1 മൈനസ് 0.1 ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 ഒരു ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ ടേമിനെ അങ്ങോട്ടേ കൊണ്ടുപോകുക, ഇതിനെ ഇങ്ങോട്ടേ കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വന്നു? 0.1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0.1 ആർ സ്ക്വയർ. 0.1 മൈനസ് 1 മൈനസ് 0.09 ഈസ് ഈക്വൽ ടു 0.1 ആർ സ്ക്വയർ. ഇതിനെ ഇങ്ങോട്ടേ കൊണ്ടുവരിക. അപ്പോൾ എന്ത് വന്നു? -9 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -9. ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതല്ല ഇതിൻ്റെ സൊല്യൂഷൻ. നമ്മൾ ഇത് സോൾവ് ചെയ്ത് വെക്കാം. ഇതിനെ അങ്ങോട്ടേ കൊണ്ടുപോകുക, അതിനിങ്ങോട്ടേ കൊണ്ടുവരിക. അപ്പോൾ എന്ത് വന്നു? 1 പ്ലസ് 1.1 ഈസ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ടേ കൊണ്ടുപോകുമ്പോൾ 0.1 ആർ സ്ക്വയർ. ആർ എന്ത് വന്നു? 1.1 ഡിവൈഡഡ് ബൈ 0.1. ആർ സ്ക്വയർ ആണ് കിട്ടുക. അതിൻ്റെ ആറ് കാണണമെങ്കിൽ റൂട്ട് എടുക്കുക. അപ്പോൾ എത്ര വന്നു? റൂട്ട് ഓഫ് 1.1/0.1 റൂട്ട് 11. റൂട്ട് 11 നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 3.3166. ഓക്കെ, ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് 6 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു ω/ω ആണ്. ഓക്കെ, ഒമേഗ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഒമേഗ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? n തന്നിട്ടുണ്ട്. അപ്പോൾ n ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യം ഒമേഗ കാണാം, അതിനകത്ത് നിന്ന് ω/n കാണാം. ω/n ഈസ് ഈക്വൽ ടു √k/m ആണ്. അതിനകത്ത് നിങ്ങൾക്ക് k കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n ഉണ്ട്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. 2π × 480/60.
സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 16 പൈ റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗ കിട്ടി. ഒമേഗ എൻ കണ്ടുപിടിക്കാം. ഒമേഗ എൻ എന്താ വരിക? ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഒമേഗ ഡിവൈഡ് ബൈ ആർ 16 പൈ ഡിവൈഡ് ബൈ 3.3166. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ എന്നിൻ്റെ വാല്യൂ കിട്ടും 15.876 റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗ എൻ കിട്ടി. ദെൻ ഒമേഗ എന്നിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് കെ കണ്ടുപിടിച്ചാൽ എന്ത് വരും? കെ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എം. ഓക്കെ, ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15.876 സ്ക്വയർ ഇൻറ്റു എം തന്നിട്ടുണ്ട് 35. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കെൻ്റെ വാല്യൂ 8037 ന്യൂട്ടൺ പെർ മീറ്റർ. ഈ കിട്ടിയ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് എല്ലാം കൂടെ ഉള്ളതിൻ്റെ സ്റ്റിഫ്നെസ് ആണ് കിട്ടിയത്. പക്ഷെ നമുക്കറിയാം ഇവിടെ എന്താണ് 3 സ്പ്രിങ്ങുകളാണുള്ളത്. അപ്പം നമുക്ക് 3s ആണ് ഇത് കിട്ടിയത്. ഈ കിട്ടിയ സംഭവം 3s ആണ്. 3ൻ്റെയും കൂടെ സ്റ്റിഫ്നെസ് ആണ്. Therefore സ്റ്റിഫ്നെസ് ഓഫ് വൺ സ്പ്രിങ് എന്താ വരിക? എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8037/3. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2679 ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ മെഷീൻ സപ്പോർട്ടഡ് ബൈ സിമെട്രിക്കലി ഓൺ 4 സ്പ്രിങ്. ഓക്കെ, 4 സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഹാസ് എ മാസ് 80 കിലോഗ്രാം. അതിൻ്റെ മെഷീൻ്റെ മാസാണ് തന്നത്. എം ഈസ് ഈക്വൽ ടു 80 കിലോഗ്രാം. ദ മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് നമ്മൾ പറഞ്ഞ എം സഫിക്സ് ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.2 കിലോഗ്രാം. വിച്ച് മൂവ് ത്രൂ എ വെർട്ടിക്കൽ സ്ട്രോക്ക് 100 mm. സ്ട്രോക്കാണ് തന്നത്. സ്ട്രോക്ക് തന്നാൽ നമുക്ക് എന്തിനാണത്? റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. റേഡിയസ് വരിക നേർപകുതി, 100ൻ്റെ പകുതി 50 mm ആണ്. ഇൻറ്റു 10⁻³ മീറ്റർ. ദെൻ വിച്ച് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. ഓക്കെ, നെഗ്ലക്റ്റിംഗ് ഡാമ്പിങ്, അതായത് ഡാമ്പിങ് ഇല്ല. ഫസ്റ്റത്തെ കേസ് ഡാമ്പിങ് ഇല്ല. ഡിറ്റർമിൻ കമ്പൈൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. കമ്പൈൻഡ് സ്റ്റിഫ്നെസ് ആണ് പറഞ്ഞത്. അപ്പം 4ൻ്റെയും കൂടെ കണ്ടാൽ മതി. നമ്മൾ ഡിവൈഡഡ് ബൈ 4 ലാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ദി ഫോഴ്സ് ട്രാൻസ്ഫർ ടു ദ ഫൗണ്ടേഷൻ ഈസ് 1/20. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി തന്നത് എത്രയാണ്? ട്രാൻസ്മിസിബിലിറ്റി എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1/20 ആണ് തന്നത്. അതായത് 0.05. ഓക്കെ, ഓഫ് ദി ഇംപ്രസ്ഡ് ഫോഴ്സ്. ദെൻ ദ മെഷീൻ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ആയിട്ട് 800 RPM. എന്നാണ് ഇവിടെയും തന്നത് 800 RPM. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ എന്താ വരിക? 2πn/60. അതായത് 2π × 800 ഡിവൈഡഡ് ബൈ 60. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒമേഗ കിട്ടും. ഒമേഗയുടെ വാല്യൂ വരിക 83.78 റേഡിയൻ പെർ സെക്കൻഡ്. ദെൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ കണ്ടുപിടിച്ച അതേ രീതിയിൽ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കമ്പൈൻഡ് സ്പ്രിങ് സ്റ്റിഫ്നെസ്. അപ്പോൾ ആ സെയിം മെത്തേഡ് യൂസ് ചെയ്യുക. സീറ്റ തന്നിട്ടുണ്ട് 0.05 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇക്വേഷൻ ഏത് ഇക്വേഷൻ എടുക്കണം? ഡാമ്പിങ് ഇല്ലാത്ത കേസാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, നെഗ്ലക്റ്റിംഗ് ഡാമ്പിംഗ് ആണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? +or-1 ഡിവൈഡഡ് ബൈ 1 - r². ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിനകത്തുനിന്ന് നിങ്ങൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുക. നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുക. 0.05 - 0.05 r² ഈസ് ഈക്വൽ ടു +or-1. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടത്. കാരണം ഇത് അങ്ങോട്ടേക്ക് പോകും, അതിങ്ങോട്ടേക്ക് വരും. അങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. 0.05 r² ഈസ് ഈക്വൽ ടു 1.05. അതിനകത്തുനിന്ന് r² നിങ്ങൾക്ക് കിട്ടും. ദെൻ
ആറ് നിങ്ങൾക്ക് കിട്ടും. ആറ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ പറഞ്ഞുതരാം. 4.58 ഇങ്ങനെ പറഞ്ഞിട്ട് ആറിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഓക്കെ, ഈ ആറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒമേഗ എൻ കണ്ടുപിടിക്കാം. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഡിവൈഡഡ് ബൈ ആർ. ഒമേഗ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 83.78 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 4.58. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. സോറി, ഒമേഗ എന്നിൻ്റെ വാല്യൂ കിട്ടും 18.28 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഒമേഗ എൻ കിട്ടി. ഒമേഗ എൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ കണ്ടുപിടിക്കാം. ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. കെ എന്താ വരിക? കെ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, എം എത്രയാണ്? 80 ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ 18.28 സ്ക്വയർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെയുടെ വാല്യൂ കിട്ടും 26739 ന്യൂട്ടൺ പെർ മീറ്റർ. 26739 ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ആൻസർ. ദെൻ ഇനി നമ്മൾ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് അണ്ടർ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ ഡാമ്പിംഗ് റെഡ്യൂസസ് ദ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഡാമ്പിംഗ് ഉണ്ട് ആ കേസിൽ, റെഡ്യൂസസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സക്സസീവ് വൈബ്രേഷൻ ബൈ 30%. ഓക്കെ, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് അതായത് സക്സസീവ് വൈബ്രേഷൻ പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞ വൈബ്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് XN+1 വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ XN കഴിഞ്ഞ് XN+1 വരുമ്പോൾ 30% റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 100% ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് എത്ര ആയിട്ടുണ്ടാവും? 0.7% ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ അറ്റ് 800 RPM. 800 RPM എത്രത്തോളം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ആയി അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ഫൗണ്ടേഷൻ അറ്റ് റെസൊണൻസിൽ എത്രയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്, അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് റെസൊണൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? എപ്സിലോൺ അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി വെക്കാം. ട്രാൻസ്മിസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1 + 2 θ r ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - r സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 θ r ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് r നമുക്കറിയാം, സീറ്റ അറിയോ? സീറ്റ അറിയൂല. ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. സീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സീറ്റ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. XN-ഉം XN+1 തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുകൂടെ? XN/XN+1. അപ്പോൾ ഇതൊരു 1/0.7. അപ്പോൾ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്തായിരുന്നു? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ln ഓഫ് XN/XN+1 ആയിരുന്നു. നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ln ഓഫ് XN അറിയാം, XN+1 1/0.7. ഓക്കെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലോഗരിതമിക് ഡിക്രിമെന്റ് കിട്ടും. ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ വേറൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2πθ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - θ². ഈ രണ്ട് ഇക്വേഷനും കൂടെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എന്ത് വരും? ln ഓഫ് 1/0.7 is equal to 2πθ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 - θ². ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് സീറ്റ കണ്ടുപിടിക്കാം. നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുക? സീറ്റ കണ്ടുപിടിക്കുക. സീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റന്റെ വാല്യൂ കിട്ടും 0.067 0.0567 സീറ്റ കിട്ടും. ഈ സീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? എപ്സിലോൺ കാണാം. നമ്മൾ ഫസ്റ്റത്തെ പാർട്ടാണ് ചെയ്യുന്നത്. എപ്സിലോൺ കാണാം. എപ്സിലോൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 2 ഇൻറ്റു 0.0567 ഇൻറ്റു
ആറ് എത്രയായിരുന്നു? 4.58 സ്ക്വയർ ഡിവൈഡഡ് ബൈ root of 1 minus 1 minus 4.58 1 minus 4.58 square whole square. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പ്ലസ് 2 ഇൻറ്റു 0.0567 ഇൻറ്റു 4.58 ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റിൻ്റെ എപ്സിലോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എപ്സിലോണിൻ്റെ വാല്യൂ വരിക 0.0563 നിങ്ങൾക്ക് എന്ത് കിട്ടി? എപ്സിലോൺ കിട്ടി. നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എപ്സിലോൺ അല്ല, ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ആണ്. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു FT ബൈ FO ആണ് നമുക്കറിയാം. ഇംപ്ലൈസ് FT ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു FO. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് FO കണ്ടുപിടിക്കണം. ഇനി FO ഈസ് ഈക്വൽ ടു എന്താണ്? FO കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. FOൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ഇൻറ്റു റേഡിയസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. അത് യൂസ് ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് മാസ് MR ഇൻറ്റു റേഡിയസ് ഇൻറ്റു എന്താണ്? ഒമേഗ സ്ക്വയർ. അപ്പം MR റെസിപ്രോക്കേറ്റിംഗ് മാസ് തന്നത് 2.2 ആണ്. റേഡിയസ് തന്നത് 50 mm. അതായത് സ്ട്രോക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 50 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗ. ഒമേഗ എത്രയാണ്? 83.78 സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് FOൻ്റെ വാല്യൂ കിട്ടും. FOൻ്റെ വാല്യൂ നിങ്ങൾക്ക് വരുന്നത് 772.1 ന്യൂട്ടൺ. ഇനി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? FT കണ്ടുപിടിച്ചാൽ മതി. FT ഈക്വൽ ടു 772.1 ഇൻറ്റു എപ്സിലോൺ 0.0563. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് കിട്ടും 43.47 ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പാർട്ടിൻ്റെ ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ അറ്റ് റെസൊണൻസ്. ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ കണ്ടീഷൻ എന്താണ്? റെസൊണൻസിലാണ്. റെസൊണൻസിലാവുന്ന സമയത്ത് നമ്മുടെ RPM എത്ര ആയിരിക്കും? 800-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ ഉണ്ടാവുക. ഒമേഗ എന്നിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അതായത് ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ ആണല്ലോ റെസൊണൻസ്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ കാൽക്കുലേഷനിൽ വരിക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതേപോലെ എപ്സിലോൺ അറ്റ് റെസൊണൻസ് കാണണം. രണ്ടാമത്തെ പാർട്ട് എപ്സിലോൺ അറ്റ് റെസൊണൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. എന്തായിരുന്നു എപ്സിലോണിൻ്റെ ഇക്വേഷൻ? അറ്റ് റെസൊണൻസ് √1 + 2θ²/2θ. അത് അപ്ലൈ ചെയ്യുക. √1 + 2θ² ഡിവൈഡ് ബൈ 2θ. ഓക്കെ, അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സീറ്റൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് √1 + 2 ഇൻറ്റു സീറ്റൻ്റെ വാല്യൂ 0.0567 ആയിരുന്നു. 0.0567 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.0567. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റയുടെ വാല്യൂ കിട്ടും 8.875. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മുടെ സീറ്റൻ്റെ വാല്യൂ എപ്സിലോണിൻ്റെ വാല്യൂ 8.875 വരുന്നുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്മിസിബിലിറ്റി 8 ഇരട്ടിയാണ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ 8 ഇരട്ടി ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. കാരണം എന്താണ്? ഇത് റെസൊണൻസിലാണ്. ഇപ്പം നമ്മൾ പണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു, റെസൊണൻസ് ഉണ്ടാകുന്ന സമയത്ത് ഫോഴ്സ് അധികം, അതായത് ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെക്കാണ് എത്രയോ മടങ്ങ് ട്രാൻസ്ഫർ ആകും. അതിൻ്റെ കാരണത്താണ് ട്രാൻസ്മിസിബിലിറ്റി അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പണ്ട് പാലം പൊളിഞ്ഞ കേസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാർച്ച് ചെയ്യുന്ന സമയത്ത് പാലം പൊളിഞ്ഞ, അതൊക്കെ കാരണം ഇതാണ്, ഇത്രയും മടങ്ങ് ഫോഴ്സ് ട്രാൻസ്മിറ്റ് ആയി. ഓക്കെ, നമ്മുടെ എയിം എന്താണ്? നമ്മുടെ FT കണ്ടുപിടിക്കണം. FT ഈസ് ഈക്വൽ ടു എന്താണ്? F0 ഇൻറ്റു എപ്സിലോൺ. ഓക്കെ, പക്ഷെ F0 ഇവിടെ മാറിയിട്ടുണ്ട്. കാരണം എന്താണ്? റെസൊണൻസ് കണ്ടീഷനാണ്. അപ്പോൾ F0 കണ്ടുപിടിക്കണം. F0 ഈസ് ഈക്വൽ ടു മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ഇൻറ്റു ദെൻ റേഡിയസ് ഇൻറ്റു നേരത്തെ ഒമേഗ സ്ക്വയർ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്തായി? ഒമേഗ n² ആയി. കാരണം
റെസൊണൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.2 ഇൻറ്റു 50 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗ എൻ എത്രയാണ്? ഒമേഗ എന്നിൻ്റെ വാല്യൂ 18.28. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 18.28 സ്ക്വയർ. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് F1ൻ്റെ വാല്യൂ കിട്ടും 36.76 ന്യൂട്ടൺ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? FT കണ്ടുപിടിക്കാം. FT is equal to 8.875 into 36.76. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FTൻ്റെ വാല്യൂ കിട്ടും 326.25 ന്യൂട്ടൺ. ഇതാണ് FT. അപ്പോൾ റെസൊണൻസിൽ നിങ്ങൾ നോക്കുക 326 അല്ലാത്ത കേസിൽ എത്രയെന്ന് വെറും 43. അപ്പോൾ എത്ര ഇരട്ടി ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ലാസ്റ്റ് കേസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് റെസൊണൻസ്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് അറ്റ് റെസൊണൻസ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് നിങ്ങൾക്ക് കിട്ടി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ഡിവൈഡ് ബൈ സ്റ്റിഫ്നെസ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാം. 326.25 ഡിവൈഡഡ് ബൈ നമ്മുടെ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? ഇതാ 26,739. 26,739. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 0.0122 മീറ്റർ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? MM കൺവേർട്ട് ചെയ്യുക. 1, 2, 3. അപ്പോൾ 12.2 mm ആയിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഇതോടെ നമ്മുടെ